പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂലൈ മാസം 27-ാം തീയതി ഞായറാഴ്ച. കർത്താവ് നമുക്ക് നൽകുന്ന പുതിയൊരു ദിവസത്തിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെ അവിടുത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനുമുള്ള തീരുമാനമെടുക്കാം. ഈശോയെ പ്രതി ഇന്ന് ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിനോട് കൂടെ ആയിരിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലൂക്കാ സുവിശേഷം 14-ാം അധ്യായം 11-ാം വചനം ധ്യാനിക്കാം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. സ്വന്തം നേട്ടങ്ങൾ പറഞ്ഞു നടന്ന് പ്രശസ്തി പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നവരെ നാം പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെയുള്ളവരെ നാം അവജ്ഞാഭാവത്തോടു കൂടിയാണല്ലോ നോക്കാറ്. നാം നന്നായി ജീവിക്കുന്നുണ്ടെങ്കിൽ, നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നേട്ടങ്ങളൊക്കെ നാം പറയാതെ തന്നെ മറ്റുള്ളവർ കണ്ടെത്തുകയും നമ്മെ പ്രശംസിക്കുകയും ചെയ്യും. ഒരിക്കലും പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രം ഒന്നും ചെയ്യില്ല എന്ന് നമുക്ക് ഇന്ന് പ്രതിജ്ഞയെടുക്കാം. ഏറ്റവും എളിമയോടെ, പ്രതിഫലം ആഗ്രഹിക്കാതെ ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യാം. അപ്പോൾ നീ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവസന്നിധിയിൽ വലിയവരാകാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണമേ. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.